ലേക്ക് ശ്രീ ദിനുവേൽ, ഇപ്പോൾ ഈ അവസരത്തിൽ തുറന്നു പറഞ്ഞ സംഭവങ്ങൾ പകുതിയിൽ അധികവും മീറ്റു ആരോപണങ്ങളുടെ സമയത്ത് ഈ പരാതി ഉന്നയിച്ചവർ തന്നെ മറ്റൊരവസരം കിട്ടിയപ്പോൾ അത് ആവർത്തിക്കുന്നത് എന്ന നിലയിൽ, അല്ലെങ്കിൽ അവർ ഇനിയും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന നിലയിൽ അക്കാര്യങ്ങൾ വീണ്ടും തുറന്നു പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ ധൈര്യം സംഭരിച്ചവർ വീണ്ടും ഒരു അവസരം കിട്ടുമ്പോൾ അക്കാര്യങ്ങൾ പറയുന്നു എന്നതിനപ്പുറം ഹേമ കമ്മിറ്റിയോട് മനസ്സ് തുറന്നവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനനുകൂലമാകുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇവിടെ ഇപ്പോഴും ആരോപണ വിധേയർ ആയിട്ടുള്ളവർക്കെതിരെ നടപടി വേണം, അല്ലെങ്കിൽ അവർ അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയണമെന്ന് പറയുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു നമ്മുടെ ഭരണകേന്ദ്രങ്ങൾ, അധികാരപ്പെട്ടവർ എന്ന തരത്തിൽ കൂടി നമ്മൾ കാണണം. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹം ആ നിലയിൽ അവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുകൂടിയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ 1992 ബൻവരി ദേവി എന്ന് പറയുന്ന സ്ത്രീ അതിക്രൂരമായി ഗ്യാങ് റേപ്പിന് വിധേയമാവുന്നത്. പിന്നീട് അങ്ങോട്ടേക്കാണ് തൊഴിലിടത്തെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള നിയമങ്ങൾ പോലും, വിശാഖ ഗൈഡ് ലൈൻസും പോഷ് ആക്ടും എല്ലാം തന്നെ കടന്നു വരുന്നത്. ബൻവാരി ദേവിയോട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ആൺകൂട്ടങ്ങൾ ചെയ്തത് അവരുടെ തൊഴിലിനെ നിഷേധിക്കുക, അവർ വിൽക്കുന്ന കലങ്ങൾ ആരും വാങ്ങാതിരിക്കുകയും അവരുടെ വീട്ടിലേക്ക് ആരും പാല് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതി ഒരു സോഷ്യോ എക്കണോമിക് ബോയ്ക്കോട്ട് ഒരു ഗ്രാമം ഒട്ടാകെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1992 നിന്ന് നമ്മൾ 2024 എത്തുന്ന സമയത്തും ഇതേ രീതിയിലുള്ള ഒരു ബോയ്ക്കോട്ടിംഗ്, തൊഴിലിടത്തിലെ സോഷ്യോ എക്കണോമിക് ബോയ്ക്കോട്ടിംഗ് ആണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് പരാതി പറഞ്ഞ മറ്റൊരു സംസ്ഥാനത്തുള്ള നടി അവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവരുടെ ഇടത്തിൽ എന്ന് പറയുന്നു? ഇന്ന് നോക്കൂ, കനി കുസൃതിയും ദിവ്യപ്രഭയും മറ്റൊരു സ്വകാര്യ ചാനലിലെ ഒരു പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ അശ്ലീല ചുവയുള്ള, ലൈംഗിക ചുവയുള്ള കമന്റുകളാണ് വരുന്നത്. തുറന്നു പറഞ്ഞ ആളുകൾക്കെതിരെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക, സ്ലഡ് ഷെയ്മിംഗ് നടത്തുക, ബോഡി ഷെയ്മിംഗ് നടത്തുക, ഇത്തരത്തിൽ തുറന്നു പറയുന്ന ആളുകളെ വായ അടപ്പിക്കുക എന്നുള്ള തന്ത്രം എല്ലാ കാലത്തും ആണധികാര വ്യവസ്ഥകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ 4-5 വർഷം 31/12/2019 ഇത്തരം ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ജസ്റ്റിസ് ഹേമയുടെ കത്തിൽ ആകെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, സുപ്രീം കോടതി അടക്കം പറയുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ടെങ്കിൽ എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഒരുപക്ഷെ അന്ന് ആ റിപ്പോർട്ട് കൃത്യമായി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കൃത്യമായി കുറച്ചുകൂടെ നേരത്തെ, ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്, കുറച്ചുകൂടെ നേരത്തെ ഈ ആളുകൾക്ക് ജസ്റ്റിസിന്റെ ആക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. മറ്റൊന്ന്, പോഷ് ആക്ട് പ്രകാരം സെഷൻ 6 പ്രകാരം ഇവിടെയുള്ള ലോക്കൽ കമ്മിറ്റികൾ എന്ത് ഫംഗ്ഷനാണ് നാളിതുവരെ മലയാള സിനിമാ മേഖലയിൽ ചെയ്തതെന്നതിന് സർക്കാർ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോക്കൽ കമ്മിറ്റികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ ആക്ട്, പോഷ് ആക്ട് എന്ന് പറയുന്നത് റിഡ്രസൽ മാത്രമല്ല, പ്രോഹിബിഷനും പ്രിവെൻഷനും അടങ്ങുന്ന ആക്ട് ആണ് പോഷ് ആക്ട് എന്ന് പറയുന്നത്. മലയാള സിനിമാ മേഖലയ്ക്കകത്ത് ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന നിലയിൽ എന്ത് രീതിയിലുള്ള അവയർനെസ് ആണ്, എന്ത് രീതിയിലുള്ള പ്രിവെൻഷൻ ഇടപെടലുകളാണ് നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിക്ക് അകത്തേക്ക് ഒരു സ്ത്രീയെങ്കിലും നാളിതുവരെയായി സിനിമാ മേഖലയിൽ നിന്ന് പരാതിയുമായി കടന്നു ചെല്ലാനുള്ള ആർജവം അവർക്ക് ഉണ്ടാവുന്ന തരത്തിൽ ഏതെങ്കിലും രീതിയിൽ സുതാര്യത, ഏതെങ്കിലും രീതിയിൽ പബ്ലിസിറ്റി നൽകിക്കൊണ്ട്, ഏതെങ്കിലും രീതിയിൽ വിക്ടിമായിട്ടുള്ള ആളുകൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ പുനഃപരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും സുരക്ഷ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീഷണിയായി അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു.